അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നേതൃത്വത്തെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഹോർമുസിൽ നിയന്ത്രണം കടുപ്പിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഹോർമുസിന് സമീപം അമേരിക്കൻ പടക്കപ്പലുകളുടെ പെട്രോളിംഗ് നടക്കുകയാണ്. 20 അമേരിക്കൻ കപ്പലുകളാണ് ഹോർമുസിന് സമീപം തമ്പടിച്ചിരിക്കുന്നത്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നിലപാട് വ്യക്തമാക്കിയത്. അതിശക്തമായ ആക്രമണമുണ്ടാകുമെന്നും ഇറാൻ മര്യാദ കെട്ടവരാണെന്നും ഇനിയൊരു ചർച്ചയ്ക്കോ കരാറിനോ താനില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. For instance, we'll have a meeting and we'll talk about the denuclearization of Iran, because that's what the war is. It's not a war, it's really the denuclearization of Iran. And we'll have a meeting and we'll talk about just that. That's because my whole thing is not about regime change. It's not about, although I think it's regime change when you knock out. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോടൊപ്പം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ട്രംപ് നിർണായക പ്രസ്താവന നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. They're liars, they're cheats, they're sick people. They've hurt their people. They killed 54,000 people as of now that were protesting. ഇറാൻ നയിക്കുന്നത് രോഗബാധിതരായ ആളുകളാണെന്നും അവരുമായി ചർച്ച നടത്തുന്നത് സമയനഷ്ടമാണെന്നും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ നിരന്തരമായി കരാറുകൾ ലംഘിക്കുകയാണെന്നും അവരെ ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും താൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനിയൊരു കരാറിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും സംശയമാണ്. കരാറുകൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നേരിടാൻ അമേരിക്കയ്ക്ക് അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന് തിരിച്ചടിയായി US സൈന്യം കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലെ 80-ലധികം സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തി. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച 14 പേജുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നത്. സംഘർഷം കടുത്തതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $78 ഹോർമുസിലെ സുരക്ഷ മുൻനിർത്തി 4-ലധികം ഭീമൻ എണ്ണക്കപ്പലുകൾ യാത്ര റദ്ദാക്കി മടങ്ങി. ആഗോള ഓഹരി വിപണികളിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. മേഖല വീണ്ടും സംഘർഷഭരിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.